നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ആ മൂലക്കല്ലിന് മുകളിലായിട്ട് അടിസ്ഥാനക്കല്ലുണ്ട്. അടിസ്ഥാനക്കല്ല് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. മൂലക്കല്ലിട്ടിരിക്കുന്നു, മൂലക്കല്ലിന്റെ പുറത്ത് അടിസ്ഥാനക്കല്ലുണ്ട്. എന്താണ് ഈ അടിസ്ഥാനക്കല്ല്? രണ്ടു കൂട്ടം ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് അപ്പോസ്തലന്മാർ, രണ്ട് പ്രവാചകന്മാർ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവാകുന്ന ആണിക്കല്ലിന്റെ മുകളിൽ വെക്കപ്പെട്ടതായിരിക്കുന്ന രണ്ട് കല്ലുകൾ. ഞാൻ ഓരോ കല്ലുകളായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, അപ്പോസ്തലന്മാര് 12 പേരല്ല, വേറെ ഒത്തിരി പേരുണ്ട്. എന്നും ദൈവം അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ വാസ്തവത്തിൽ ഈ രണ്ട് കൂട്ടര്, അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, എന്തുകൊണ്ടാണ് അവരെ അടിസ്ഥാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഒരു വീട് നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിന്റെ സ്ട്രെങ്തിലാണ്. അടിസ്ഥാനം എത്രത്തോളം കെട്ടപ്പെട്ടിരിക്കുന്നുവോ അതിനനുസരണമായിട്ടായിരിക്കും ഭവനം നിൽക്കുന്നത്. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള ഒരു അടിസ്ഥാനം, അവരും അതിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, സഭയെ ഭംഗിയായിട്ടൊരു കെട്ടിടമായിട്ട് നിർത്തേണ്ടതായിരിക്കുന്ന അതിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ് മൂലക്കല്ലാണെങ്കിൽ തന്നെയും അതിന്റെ മുകളിൽ ഈ ലോകത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ടു കൂട്ടം ആൾക്കാരാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും.